ഹലോ, ഹായ്. സാധാരണ സിനിമയെക്കുറിച്ചാണല്ലോ നമ്മുടെ ചാനലിൽ പറയാറുള്ളത്. ഇന്ന് സിനിമയെക്കുറിച്ചല്ല പറയുന്നത്, ഇന്ന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാം, ഞാൻ ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ടത് ഇത് ഒരു പെർട്ടിക്കുലർ ഒരു നിഷ്, അതായത് സിനിമയെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു ചാനൽ ഉണ്ടാക്കണം എന്നൊരു താല്പര്യത്തോടെ തുടങ്ങിയതല്ല. നമ്മുടെ പേഴ്സണൽ കാര്യം പറയാം, ലൈഫിലുള്ള ലെസൺസും പല പല കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണൽ പ്ലാറ്റ്ഫോമും കൂടെ എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. പക്ഷെ മുന്നോട്ട് പോകുന്തോറും ഇത് ഈ യൂട്യൂബ് ഗുരുക്കന്മാരും ആക്കാടെല്ലാം അഡ്വൈസ് കാരണം നമ്മൾ എന്തൊരു ഒരു പർട്ടിക്കുലർ നിഷ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. ഇതൊരു യൂട്യൂബ് ഒരു ബിസിനസ് ആയിട്ടോ ഇതിനകത്ത് പൈസ ഉണ്ടാക്കി വലിയ കോടീശ്വരനാകുക എന്നൊരു പ്ലാനിൽ കൂടെ അല്ല മെയിനായിട്ട് ആദ്യമായിട്ട് ഇത് വന്നു. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടറിയാം. പിന്നെ പടിപടിയായിട്ട് നമുക്ക് വേറെ ചാനലുകൾ വർക്ക് ചെയ്തുകൊണ്ടും അതിനകത്തൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും എന്നാൽ അതിൻ്റെയൊക്കെ എക്യുപ്മെൻ്റൊക്കെ കയ്യിലുണ്ടെന്നാൽ അത് വെച്ച് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് വന്നിട്ടാണ് നമ്മൾ സിനിമ എന്ന് പറയുന്നൊരു പെർട്ടിക്കുലർ കണ്ടത്. കാരണം സിനിമ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ തുടങ്ങിയ സിനിമയെക്കുറിച്ചാണ് കൂടുതലും പറയാൻ തുടങ്ങിയത്. രസമാണ് സിനിമയെക്കുറിച്ച്. ആദ്യം നന്നായിട്ടൊക്കെ കുറേ 6000 വാച്ച് അവറായി നിങ്ങൾക്ക് നോക്കണം. 6000 വാച്ച് അവർ. സാറിന് വാച്ച് അവർ 4000 ഒക്കെ ആയ ആളുകൾ പാടുപടിയാണ്. 6000 വാച്ച് അവർ വീഡിയോ വാച്ച് അവർ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് 850 ആളുകൾ ചിലപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കാരണം ഞാനത് ആദ്യമൊന്നും പലർക്കും അയച്ചു കൊടുത്ത് ചെയ്യിപ്പിച്ചില്ല. കാരണം ഇഷ്ടമില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യേണ്ട എന്നൊരു താല്പര്യം കൊണ്ടാണ് അയച്ചു കൊടുത്ത് ചെയ്യിക്കായിരുന്നത്. പക്ഷേ അത് ചെയ്യിച്ചാൽ കുറച്ചുകൂടെ നേരത്തെ ഫസ്റ്റ് ലെവൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞു. ഇനിയിപ്പം അറിയാമല്ലോ, 1000 പേരാകുമ്പോഴാണ് അപ്പം ഇത് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആകുക. അപ്പം നിങ്ങൾ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കാര്യത്തിലേക്ക് വരാം. അതായത് യൂട്യൂബ് വീഡിയോ തുടങ്ങിയത് ഇതുപോലെ വളരെ കാഷ്വലായി സംസാരിക്കാൻ വേണ്ടിയൊക്കെയാണ്. സിനിമയിലേക്ക് കടന്നു. സിനിമ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് സിനിമയെക്കുറിച്ച് ഞാൻ ശരിക്കും ഫോളോ ചെയ്യുന്നതുകൊണ്ടൊക്കെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. സിനിമ കണ്ടന്റുകൾ ചിലതിനൊക്കെ 10,000, 30,000, 40,000 ഒക്കെ വ്യൂ കിട്ടിയ വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട്. പിന്നെ ഇത് നമുക്ക് എന്ത് പറ്റിയെന്നാണ്, ഇത് ക്വാളിറ്റി കൂട്ടാൻ നോക്കുക. നമ്മുടെ ഈ കരിക്കൊക്കെ ചെയ്ത പോലെ നമ്മൾ കൂടുതലും കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക, ഫോക്കസ് മാറിയിട്ട് പിന്നെ ഒരാഴ്ച 3 അങ്ങനെയൊക്കെ വന്ന് നമുക്കിതൊരു ഒരു തരത്തിലുള്ള പ്രഷർ വന്നു തുടങ്ങി. ഒരു ജോലിയായിട്ട് വീണ്ടും വന്നു തുടങ്ങി. ഒന്നാമത് വേറെ വർക്കിംഗ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടൈം പാസ് പോലെ ഒരു ഹോബി പോലെയൊക്കെയാണ് യൂട്യൂബിലേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ ഈ ഒരു സമ്മർദ്ദം വന്നപ്പോൾ എനിക്ക് ഇത് പിന്നെ പഴയ പണി ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മൾ നാളെ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ടെൻഷനും സ്ട്രെസ്സും, പിന്നെ ആവശ്യമില്ലാതെ ഇതിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ്, തംബ്നെയിൽ, ടൈറ്റിൽ മാറ്റം, ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യണം, വേണ്ടെന്നല്ല. പക്ഷെ ഒരു പരിധി കൂടുതൽ നമ്മളൊരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ പോലെ യൂട്യൂബിനകത്തോട്ട് വന്നാൽ അതൊരു പ്രശ്നമാണെന്ന് ആദ്യം അത് എനിക്ക് തോന്നി. അപ്പോൾ അത് ആവശ്യമില്ലാതെ എന്നാൽ കണ്ടൻറ്റിനകത്ത് ക്വാളിറ്റി ഒന്നും അങ്ങനെ നല്ല നമ്മൾ കരുതുന്ന സൂപ്പർ കണ്ടൻറ്റൊന്നും അത്ര വ്യൂ ഒന്നും ആൾക്കാരെ കിട്ടുന്നില്ല. ചുമ്മാ ചെയ്യുന്ന വീഡിയോക്ക് നല്ല വ്യൂസ് കിട്ടുകയും ചെയ്യും. അതാണ് യൂട്യൂബിൻ്റെ ഒക്കെ ഒരു നമുക്ക് പറയുന്ന പോലെ ഒന്നും അൽഗോരിതമൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നതൊന്നും ഇന്ന പോലെ ഒന്നും എപ്പോഴും ഈ യൂട്യൂബ് ഗുരുക്കന്മാർ പറഞ്ഞൊന്നും ആയിരിക്കില്ല എപ്പോഴും. അതിൻ്റെ ബേസിക് ഐഡിയ നമുക്ക് ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു വന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, 2 മാസം എനിക്കൊരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ കാരണം വൈറ്റമിൻ ഡി കുറഞ്ഞിട്ട് ഭയങ്കര ക്ഷീണം, നമ്മളെ ഒരു ഭയങ്കര മൂഡൊക്കെ ബാധിക്കും. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ഡൗൺ ആവും. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എക്സ്ട്രാ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ സിനിമ കാഴ്ച കുറച്ചു. അങ്ങനെയൊക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 മാസം കോണ്ടന്റ് ഇട്ടില്ല. അപ്പോൾ ഇത്രയും വാച്ച് ഓവറൊക്കെ ആയിട്ട് എന്താണ് വീണ്ടും വീഡിയോ ചെയ്യാത്തത്, നിങ്ങൾ ഇനി ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത്, കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് പിന്നെ ചെയ്യാൻ ഒരു മെൻ്റൽ ബ്ലോക്കായി പോയി. 2 മാസം കിടന്ന് ഇങ്ങനെ ക്ഷീണമൊക്കെ ആയപ്പോഴത്തേനും ജോലിയുടെ മാത്രം ഫോക്കസ് ചെയ്ത് ഇതിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്താ മെയിൻ പ്രശ്നം നോക്കിയത്, ഞാൻ ഇതിനകത്ത് സിനിമ കോണ്ടന്റ് മാത്രമേ ഇടൂ. ഞാൻ ഒരിടയ്ക്ക് അങ്ങ് തീരുമാനം എടുത്തു. അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ആക്ച്വലി. ആദ്യമേ നമ്മൾ വളരെ നല്ല കഥകൾ പറയുകയും ഒരു സോഷ്യൽ ഇഷ്യൂസൊക്കെ കുറിച്ച് സംസാരിക്കുകയും എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമ്മുടെ എക്സ്പീരിയൻസ്, ജോലിയെക്കുറിച്ചുള്ള കാര്യം പറയുക, നമ്മുടെ ഒരു ചെറിയ മോട്ടിവേഷണൽ കഥകൾ പറയുക, ആൾക്കാരെ കണക്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഫോളോവേഴ്സ്, ഓഡിയൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ മാത്രം ചെയ്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ആവേശം കാണിച്ചിട്ട് അത് ഞാൻ ആ ഫ്രീഡം അങ്ങ് കട്ടായിപ്പോയി. പിന്നെ നമ്മളൊരു റേസാണ്. ഇത് ഡെയിലി വീഡിയോ ഇടണം, മറ്റേ ചെയ്യണം, അത് ചെയ്യണം, ഇത് ആവശ്യമില്ലാതെ റിസർച്ച്. അപ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡവും നമ്മുടെ ഒരു എന്ത് ഉദ്ദേശത്തോടെയാണ് ചാനൽ ഞാൻ തുടങ്ങിയത്, ആ ഒരു സാധനം ഫോക്കസ് മാറിപ്പോയി. പേഴ്സണലി ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ എനിക്കതൊരു പരാജയപ്പെട്ടു എന്ന് പറയാം വേണമെങ്കിൽ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി അങ്ങനെ ഒരു സമ്മർദ്ദത്തോടെ ഒരു സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യമൊന്നൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാം. ഇഷ്ടമുള്ള കഥകളൊക്കെ കേൾക്കുന്നവർ കേൾക്കട്ടെ, അതുകൊണ്ട് പറയാം. ഇപ്പം എനിക്ക് ചില കാര്യമൊക്കെ കാണാൻ നമുക്ക് സംസാരിക്കാൻ തോന്നും, പക്ഷെ അതിനുവേണ്ടി വേറൊരു ചാനൽ തുടങ്ങുക എന്നൊക്കെ പറയുന്നതൊന്നും അങ്ങനത്തെ ഒന്നും ചെയ്യാനുള്ള താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് പറയാൻ പറ്റിയ നമുക്കൊരു സോഷ്യൽ കാര്യം കണ്ടു, നമുക്കൊരു അഭിപ്രായം പറയണം, അല്ലെങ്കിൽ ഒരു ലൈഫിലൊരു അനുഭവം ഉണ്ടായി അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ പഴയ ഒരു പ്രശ്നം, ഞാൻ ഇങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ എനിക്ക് പറയാനുണ്ടെങ്കിൽ അത് ഇതിനകത്ത് പറഞ്ഞാൽ മതി എന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് അത്തരം കാര്യങ്ങൾ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതുകൊണ്ട് ഇനി മുതൽ ഈ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾ സിനിമ മാത്രം പ്രതീക്ഷിക്കരുത്. എൻ്റെ ആദ്യ വീഡിയോ കണ്ടവർക്കറിയാം, രസകരമായ നല്ല കഥകളും പേഴ്സണൽ സ്റ്റോറീസൊക്കെ കണ്ട് ഫോളോവേഴ്സൊക്കെ വന്നിരുന്നു. അതിനകത്ത് തന്നെ അവിടെ നിന്നാണ് ഒരു 150-200 അടുപ്പിച്ച ആളുകളൊക്കെ ആദ്യം തന്നെ എനിക്ക് ഇത് ഫോളോവേഴ്സ് വന്ന്.
ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് ഫോളോവേഴ്സിനെ ഇതുവരെ കയറ്റിയിട്ടില്ല. ഏതോ വീഡിയോ ഹിറ്റായപ്പം കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമൊക്കെ അയച്ചു കൊടുത്ത് അത് എത്രയോ നാൾ കഴിഞ്ഞ ഒരു വീഡിയോ 30,000 ഒക്കെ അടിച്ചപ്പോൾ മമ്മൂക്കയുടെ ഒരു വീഡിയോ അപ്പോഴാണ് ഞാൻ ആൾക്കാരെ കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കാൻ കോൺഫിഡൻസ് വന്നു. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് ചെയ്ത്. ഇത്തരം കഥകൾ നമുക്ക് സംസാരിക്കും. മുന്നോട്ട് പോകുമ്പോൾ തന്നെ പേഴ്സണൽ കാര്യങ്ങൾ പറയാം, നല്ല രസമുള്ള കഥകൾ സംസാരിക്കാം. നിങ്ങൾ യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലേ ഒരു റിജിഡായ മനോഭാവം ഇറങ്ങരുത്. ഞാൻ ഇന്നതേ ചെയ്യൂ, ഇതൊരു പണിയായിട്ട് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ ചിലർക്ക് പറ്റുമായിരിക്കും. നിങ്ങൾ ഒരു കരിയർ കുറേ കഴിഞ്ഞൊരു ആ ഒരു 40 ഒക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ എന്ന് കരുതുന്നവർക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കപ്പോൾ ഇഷ്ടമുള്ള കോണ്ടന്റ് ചെയ്യാം. ഒരു സമ്മർദ്ദമൊക്കെ ആയിട്ട് കണ്ടാൽ പിന്നെ നിങ്ങൾ ജോലി ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വലിയ കോടികൾ ഉണ്ടാക്കാം എന്നൊക്കെ ഒരു പ്രതീക്ഷയോടൊന്നും വരുന്നവർ കാണും, ചെയ്യുന്നവരും കാണും കേട്ടോ. ഒരു ലൈറ്റ് മൂടി വന്നാൽ നമുക്ക് റിലാക്സ് ചെയ്താൽ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ടോൺ വരെ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേ സാധാരണ വായുകുളി വാങ്ങിക്കാൻ പോകുന്ന സ്പീഡിൽ പറയുന്ന പോലത്തെ വീഡിയോസിന് പകരം ഇങ്ങനെയും സംസാരിക്കുന്ന വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു റിലീഫ് വേറെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയുടെ കൂടെ ഇനിയും നല്ല നല്ല കോണ്ടന്റുകൾ വേറെ കാണും. അപ്പോൾ താങ്ക് യു ഇത്രയും കാലം ഫോളോ ചെയ്തതിന്. 6000 വാച്ച് അവർ ആയിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടെ 1000 ഒക്കെ എത്തിച്ചു തന്നാൽ മതി. അതിനുശേഷം ബാക്കിയുള്ള നമുക്ക് നല്ലൊരു യൂട്യൂബ് യാത്ര മുന്നോട്ട് ഈ ചാനലിൻ്റെ കൂടെ പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.